എറണാകുളം മലയാറ്റൂർ ഇല്ലിത്തോട് കുട്ടിയാന കിണറ്റിൽ വീണു. സാജുവിന്റെ വീട്ടിലെ കിണറ്റിലാണ് കുട്ടിയാന വീണത്. സമീപത്ത് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആസിഫ് മുഹമ്മദാണ് ചേരുന്നത്. ആസിഫ്, വീട്ടിലെ കിണറ്റിലാണ് ഇപ്പോൾ കുട്ടിയാന വീണിരിക്കുന്നത്. ആ കുട്ടിയാനയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണോ? നിലവിൽ അതിന് സമീപം കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും പറയുന്നു. എങ്ങനെയാണ് സ്ഥിതിഗതികൾ? തീർച്ചയായും മലയാറ്റൂർ ഇല്ലിത്തോടാണ് കുട്ടിയാന കിണറ്റിൽ വീണത്. സാജുവിന്റെ വീട്ടിലെ കിണറ്റിലാണ് പുലർച്ചെ കുട്ടിയാന വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ ഈ സമീപത്തെ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഇതിന്റെ സമീപത്തുണ്ടെങ്കിൽ പോലും ഈ ഒരു ആനയെ രക്ഷിക്കാനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ആനക്കൂട്ടം ഈ കിണറിന് തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആനക്കൂട്ടത്തെ അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം മാത്രമാണ് ഈ കുട്ടിയാനയെ കരയ്ക്ക് എത്തിക്കാനുള്ള നടപടികളിലേക്ക് സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുള്ളത്. ഈ മലയാറ്റൂർ ഇല്ലത്തോട് ഭാഗത്ത് വലിയ രീതിയിൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിത്യസംഭവമായിരുന്നു. പകൽ സമയത്ത് പോലും ചിലയിടങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രികാലങ്ങളിൽ സ്ഥിരമായി കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ സാജുവിന്റെ വീട്ടിലെ കിണറ്റിൽ കുട്ടിയാന വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ ഈ കാട്ടാനക്കൂട്ടം സമീപത്ത് നിലയുറപ്പിച്ചാൽ തന്നെ വനംവകുപ്പിന് ഈ രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണമായ തോതിൽ ഇപ്പോൾ ആരംഭിക്കാനായിട്ടില്ല. എന്തായാലും കിണർ ഇടിച്ചോ അല്ലെങ്കിൽ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയോ ഈ കാട്ടാനക്കുട്ടിയെ പുറത്ത് എത്തിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഏതായാലും നടത്തുക. ഏതായാലും അതിനുള്ള ശ്രമം അല്പസമയത്ത് തന്നെ ആരംഭിക്കും. ശരി ആസിഫ്, എറണാകുളം മലയാറ്റൂർ ഇല്ലിത്തോടാണ് കുട്ടിയാന കിണറ്റിൽ വീണത്. സാജുവിന്റെ വീട്ടിലെ കിണറ്റിലാണ് ആന വീണത്. സമീപത്ത് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ്.